കണ്ണൂർ വളപട്ടണം മന്നയിൽ ഓഫീസിന് സമീപം വീടിന്റെ ജനൽ തകർത്ത് വൻ കവർച്ച. 1 കോടി രൂപയും 300 പവൻ സ്വർണ്ണാഭരണവും കവർന്നതായി വീട്ടുകാർ വളപട്ടണം പോലീസിൽ പരാതി നൽകി. അതേസമയം കവർച്ചാ സംഘം വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറി രക്ഷപ്പെട്ടതായാണ് വിവരം. അരിമൊത്ത വ്യാപാരിയായ അഷ്റഫ് ട്രേഡേഴ്സിന്റെ ഉടമ KP അഷ്റഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഈ മാസം 19-ന് വീട് പൂട്ടി മധുരയിൽ കല്യാണത്തിന് പോയ അഷ്റഫും കുടുംബവും ഇന്നലെ രാത്രിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോഴാണ് കവർച്ച നടന്നതായി അറിഞ്ഞത്. ബുധനാഴ്ച പുലർച്ചെ മോഷണം നടന്നതായാണ് പോലീസ് നിഗമനം. CCTV ദൃശ്യങ്ങളിൽ 2 അംഗ സംഘമാണ് കവർച്ച നടത്തിയെന്ന ദൃശ്യങ്ങളും ലഭിച്ചതായി സൂചനയുണ്ട്. അവർ ഇന്നലെയാണ് മധുരയിൽ നിന്ന് വന്നത്, രാത്രി 9:15 മണിക്ക്. അപ്പോൾ ഇത് വീട് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ സ്വർണവും പൈസ എല്ലാം പോയിട്ട് കാണുന്നുണ്ട്. ഏകദേശം നമ്മളെ കണക്ക് പ്രകാരം ഏകദേശം 1 കോടിക്ക് അടുപ്പിച്ചിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല, ഇതിന് അക്കൗണ്ട് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റും. കാരണം ബാങ്കിലടക്കാൻ വെച്ച പൈസയാണ്. അപ്പോൾ അതിനകത്ത് സ്വർണം ഏതുണ്ട്, അവരെ മകളതും പിന്നെ മകൻ്റെ ഭാര്യൻ്റെത് അതല്ല. കാരണം ഇവിടെ ലോക്കറിലുണ്ട്, ഇവിടെ വെക്കില്ല. പിന്നെ പെങ്ങളത്. അപ്പോൾ ലോക്കർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വെക്കുന്നു. അതിപ്പം പറയാൻ കഴിയില്ല. പക്ഷേ എല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മളെ ലോക്കറുള്ള സ്ഥലം വരെ അവർക്ക് മനസ്സിലായിന്. കാരണം അത്ര അത് ഇതുണ്ട്, അത് 2 അലമാരിലുണ്ട്. ഓരോ അലമാരിൽ വെച്ച് അത് പൂട്ടി, ചാവി വേറൊരു അലമാരിൽ വെച്ചിട്ട് അത് പൂട്ടിയിട്ടാണ് അവർ പോയത്. അതേസമയം അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് റൂറൽ SP അനുജ് പരിവാൾ വ്യക്തമാക്കി. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടിയെടുക്കും. അടുക്കള വശത്തെ ജനലിന്റെ ഇരുമ്പഴി മുറിച്ചുമാറ്റിയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. കിടപ്പുമുറിയിലെ ലോക്കർ തകർത്തായിരുന്നു കവർച്ച. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കവർച്ചാ സംഘം രക്ഷപ്പെട്ടത് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വഴിയാണെന്നാണ് പോലീസ് നിഗമനം. കവർച്ച നടന്ന വീട്ടിൽ നിന്ന് മണം പിടിച്ച പോലീസ് നായ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി നിന്നു. ജനം, കണ്ണൂർ.